നമ്മുടെ അനദർ ഫുഡ് സീരീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡാണ് ഷവായ. ഷവായ ഉണ്ടോ? ഷവായ എന്ന് പറയുന്നത് ഷവായ് ഷവായ് എഴുതി നോക്കിയേ. ഷവായ ഷവായ് ഷവായ ഷവായ് ഷവായ് എന്നാണോ ഷവായ എന്നാണോ പറയുന്നത്? ഷവായ എന്ന് പറയത്തില്ല, ഇനി വായി കൊടുത്തിരുന്നു വായൊന്നും പറയില്ല. ഷവായ്. എനിക്കിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ജെമിനിയുടെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്ത് അത് പോട്ടെ, എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഷവായി കിട്ടുന്ന സ്പോട്ട് ഏതാണെന്ന് നമ്മൾ ജിമിനിയോട് ചോദിക്കാൻ വേണ്ടി പോവാണേ. ജിമിനി മാപ്പിന്റെ റിവ്യൂവും എല്ലാം വെച്ചിട്ടായിരിക്കുമല്ലോ തിരിച്ച് ആൻസർ തരുന്നത്. സോ യൂഷ്വൽ നമ്മൾ അവിടെ പോയി കഴിച്ചിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണോ വേണ്ടെന്ന് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും. ഗൂഗിൾ റിവ്യൂ നമുക്ക് നോക്കാം. ഗൂഗിൾ റിവ്യൂ നോക്കണേ നമുക്ക് ആദ്യം ജിമിനിയോട് ചോദിക്കാം. ജെമിനിയുടെ ചോദിക്കുന്നുണ്ട്, ഗൂഗിൾ റിവ്യൂ ചോദിക്കുന്നുണ്ടോ? ഇല്ല, ജിമിനിയുടെ മാത്രമല്ല. ചേട്ടാ ജിമിനി എന്ന് പറയുമ്പോൾ ഗൂഗിളിന്റെ ആണല്ലോ. ഗൂഗിൾ റിവ്യൂവും ബാക്കി റിവ്യൂസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് ഒരു ലിസ്റ്റ് തരുന്നത്. നമുക്ക് ചോദിക്കാം, എനിക്കത് അറിയത്തില്ല. ഹായ് ജിമിനി, ട്രിവാൻഡ്രത്ത് ബെസ്റ്റ് ഷവായ കിട്ടുന്ന സ്പോട്ട് ഏതൊക്കെയാണ്? ഒരു ടോപ്പ് 5 ഏറ്റവും ബെസ്റ്റ് ഷവായ കിട്ടുന്ന സ്പോട്ട് ലിസ്റ്റ് ആയിട്ടൊന്ന് തരാമോ? ഫാസ്റ്റാ ജിമിനിയൊക്കെ, നേരത്തെ വെച്ച് ടൈം എടുക്കുമായിരുന്നു. കണക്ടിംഗ് ടു ഗൂഗിൾ. തിരുവനന്തപുരത്ത് നല്ല ഒന്നാന്തരം ജ്യൂസിയായ ഷവായ ചിക്കൻ കഴിക്കാൻ പറ്റിയ 5 മികച്ച സ്പോട്ടുകൾ താഴെ നൽകുന്നു. ഓക്കെ, തന്നോളൂ. 1. സാംസം റെസ്റ്റോറന്റ്. സംസം. അത് ബേസിൽ ജോസഫ് ഒരു ഇന്റർവ്യൂവില് സഞ്ജു സാംസണുമായിട്ട് ചെയ്തപ്പോഴാണ് ഭയങ്കര ബൂസ്റ്റ് ചെയ്തത്. അതിൽ പിന്നെ എല്ലാവരും ട്രിവാൻഡ്രത്ത് മീൻസ് പുറത്തുനിന്നൊക്കെ വരുന്നവരെല്ലാവരും സംസമിൽ പോയി ഷവായ കഴിക്കാറുണ്ട്. പാളയം സംസം പോയിട്ട് അവിടുത്തെ ഷവായ. സോ ട്രിവാൻഡ്രത്ത് നമ്പർ 1 നിൽക്കുന്നത് ഗൂഗിൾ പറയുന്നത്, അല്ലെങ്കിൽ ജെമിനി പറയുന്നത് സംസം റെസ്റ്റോറന്റ് ആണ് ടോപ്പ് 1 നിൽക്കുന്നത്. പാലായം ആൻഡ് വൈഎംആർ. ഇത് വായിക്കും കുറെ ടൈം എടുക്കും, ബാക്കി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് അൽത്താസയിൽ പക്ഷെ ഷവർമയല്ലേ കിട്ടൂ? എനിക്കറിയത്തില്ല, ഷവായി കാണുമായിരിക്കും. അൽ ഹസൻ ഫാമിലി റെസ്റ്റോറന്റ് 3 ടോപ്പ് 3 4 ഇമ്പീരിയൽ കിച്ചൺ. നമ്മളെ അവിടെ ഷവായ ഉണ്ടോ? ഷവായ കാണുമായിരിക്കും, കിട്ടുമായിരിക്കാം. കവടിയാറും ഉണ്ട്. കവടിയാർ അങ്ങ് പോകണം. പിന്നെ 5ാം സ്ഥാനത്ത് വീണ്ടും സംസം കാണിക്കുന്നു. അത് NH ബൈപ്പാസ് കുളത്തൂർ. നമുക്ക് അവിടെ ഉള്ള സംസം ഇപ്പം അതല്ല, കൊളത്തൂരുള്ളതല്ലേ നമ്മുടെ അടുത്തുള്ള. അല്ല ഇവര് പറയണത് അങ്ങ് പാളയത്തുള്ള സംസമാണ് പറയുന്നത്. അവിടെ പോവാം, അതന്നെ ടോപ്പ് 1 എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് സംസം മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പിന്നെ ഗ്യാസിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് പലയിടത്തും ഷവായ് ഗ്യാസിൽ വെച്ചിട്ടാണ്. അല്ല, ലൈവായിട്ട് തീ എപ്പോഴും ഗ്യാസ് കണക്റ്റഡ് ആണല്ലോ. ഇങ്ങനെ ഒന്നും അറിയത്തില്ലല്ലേ, പ്ലേറ്റിൽ കൊണ്ടുപോയി ആ ഫുഡ് എങ്ങനെയാന്ന് ഒരു പ്രോസസ്സ് പോലും അറിയത്തില്ല. അറിയാം, കഴിക്കാതെ ഉണ്ടാക്കുന്ന ഷവായ ഹെൽത്തി ആണെന്നറിയാം, ഇതിനേക്കാളും അൽഫാമിനേക്കാളും. എനിവേ ഗൈസ്, അപ്പം നമ്മള് ജിമിനി പറഞ്ഞ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഓരോ സ്പോട്ടിൽ ലൈവായി പോയി കഴിച്ചിട്ട് ഔട്ട് ഓഫ് അവിടുത്തെ ടേസ്റ്റ്, പ്രൈസ്, ബാക്കി ആംബിയൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഔട്ട് ഓഫ് 5 നമ്മൾ റേറ്റ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ, പോവാം. നമ്മുടെ ഡ്രസ് കോഡിനെ പറ്റി പറഞ്ഞില്ല. ഫുഡ് റിവ്യൂ ഇപ്പൊ എല്ലാം വൈറ്റ്. നല്ല കറിയൊക്കെ പറ്റൂ, ഈ എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്ക് തന്നില്ല, കഴിഞ്ഞ വട്ടം പറഞ്ഞില്ല നമ്പൂരാരും സംസാരിക്കാൻ മൈക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഇന്ന് ഷവായ് തിന്നാൻ പോവാട്. ഷവായ് വേണോ നീഞ്ച്? ഷവായുടെ അകത്ത് മാംസം ഇട്ടോന്നു. ഇവനെ ഡ്രസ് ഇടാൻ വിട്ട് പാടാ. നല്ല ഷവായി തിന്നാൻ പറ്റിയ ക്ലൈമറ്റ്, നല്ല മഴ. പക്ഷെ സമയം 5 മണി എന്തോ ആവുന്നേ ഉള്ളൂ. ഭയങ്കര മഴ. പക്ക മൂട ഷവായി തിന്നെ. ഈ ടൈമിലാണല്ലോ എല്ലായിടത്തും ഓപ്പൺ ആവുന്നത്. പിന്നെ ഇതിന് മുമ്പ് സെറ്റാവും കേട്ടോ. അവിടേക്ക് ഉച്ച തൊട്ട് തുടങ്ങും. എന്നാലും ഈ സമയം പോയാലും കിട്ടുമായിരിക്കും. അത് മാത്രല്ല നല്ല വിശപ്പുമായി. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി മാറി അടിപൊളി വ്യൂ. കണ്ടോ വ്യൂ? അയ്യോ വ്യൂ വേണ്ട. അതാണോ? അയ്യോ ഈ ഹോയ് വിട്ടതാണോ? അപ്പൊ ഇനി ഷോപ്പിലെത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജിമിനി പറഞ്ഞ ഫസ്റ്റ് സ്പോട്ട്, ജിമിനി മാത്രമല്ല കേട്ടോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര നേരത്തെ ട്രെൻഡിങ് ആണ്. ട്രിവാൻഡ്രത്തെ സംസം ഈസ് ദ ബെസ്റ്റ് ഷവായ് സ്പോട്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഞാനും പണ്ട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളയമ്പലത്തിൽ പഠിച്ചപ്പം ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 1-2 തവണ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇവിടുത്തെ കാട്ടി നല്ല ഷവായ് സ്പോട്ട് ഉണ്ട് വേറെ. ഞാൻ കാരണം നമ്മളിവിടെ പഠിച്ചായോണ്ട്
ഏതാണ്ട് 1.5 കൊല്ലം നമ്മൾ വന്നുപോയി പണ്ട് അത് കുറെ വർഷമായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് വന്നത്. അപ്പൊ നമ്മള് പഠിച്ച സമയത്ത് ഇതിൽ നല്ല ഷവായൊക്കെ നമ്മൾ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ജെമിനി ഗൂഗിൾ റിവ്യൂ എല്ലാത്തിലും ടോപ്പ് നിൽക്കുന്ന നമ്മുടെ സംസമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംസം 2 ഉണ്ട്. ഒരെണ്ണം കൊളത്തൂരുണ്ട്, ഒരെണ്ണം പാളയത്തുണ്ട്. വണ്ടി തിരക്കുണ്ടോ? നമ്മള് പാളയം തന്നെ ചൂസ് ചെയ്ത് ജിമിനി പറഞ്ഞതുകൊണ്ട് കടിച്ചു നോക്കാം നമുക്ക്. ലെറ്റ്സ് ഗോ. കൂളിംഗ് ഞാൻ ഈ അടുത്ത സമയത്ത് ഇത്രയും കൂളിംഗ് ഉള്ള റെസ്റ്റോറന്റ് കേട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം നീ ഫസ്റ്റ് ടൈം അവിടെ വന്നിട്ടില്ല? ഞാൻ 2-3 തവണ വന്നിട്ടുള്ളൂ. ഞാൻ ഇല്ല ഇവിടെ വന്നിട്ടില്ല. അവിടെ ഞാൻ അവിടെ ഇരിക്കാന്ന് ചോദിച്ചു. തോനെ സിറ്റി ഉണ്ട്, ഇവന് ഓടി കളിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെയുണ്ട് നോർമൽ വേണമെങ്കിൽ താഴെ ഇരിക്കും. മേളിൽ AC താഴെ ഒരുപാടുണ്ടോ? ഞാൻ താഴെ നോൺ AC, മേളിൽ AC. നല്ല ക്ലീൻ ആണ്. ആംബിയൻസ് ഒക്കെ ഉള്ള നൈസാണ്. പിന്നെ നമ്മുടെ ചോദിക്കും ഷവായ ചോദിക്കുമ്പോൾ ഏത് വേണം, ഗുബൂസ് വേണോ, പൊറോട്ട വേണോ, ചപ്പാത്തി വേണം, 3 ഓപ്ഷൻ ഉണ്ട്. ചപ്പാത്തി ചൂസ് ചെയ്തു. സോ ഹാഫ് ഷവായ നമ്മൾ പറഞ്ഞത്. ഇവിടുന്ന് ഹാഫ്, ബാക്കി എല്ലായിടത്തും നമ്മൾ ക്വാർട്ടർ കഴിക്കും കേട്ടോ. തുടക്കം നമ്മൾ കഴിക്കാം. ഇവിടാണല്ലോ ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുത്തെ കഴിച്ചു നോക്കണമല്ലോ. ലെറ്റ്സ് ട്രൈ. ഇല്ല, എനിക്ക് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് പഠിച്ച എല്ലാവരും എന്തായാലും സംസമിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പാണ്. വെജിറ്റബിൾസ് ഉണ്ട്. ശരിയല്ല, എല്ലായിടത്തും ഇത്രയും വെജിറ്റബിൾസ് തരത്തില്ല കേട്ടോ. ബീട്രൂട്ട്, ക്യാരറ്റ്, ചപ്പാത്തി, ഗ്രേവി ഉണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചെസ്റ്റ് പീസ് എടുക്കുകയാണ്. ഓക്കെ, നൈസ്. കുറച്ച് വെജിറ്റബിൾസ് കഴിച്ചു നോക്കട്ടെ. ഞാൻ ചെസ്റ്റ് പീസ് എടുത്തോ. എനിക്ക് ലെഗാണ് സ്പെഷ്യൽ, എനിക്ക് ഇഷ്ടം. പ്രോട്ടീൻ കൂടുതൽ ചെസ്റ്റിനാണ്. നമ്മുടെ ഈ ചലഞ്ചിലെ ഫസ്റ്റ് ഷവായി സംസം, അതും ടോപ്പ് റൈറ്റർ. ഈ പീസുകൾക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷെ ഇതിൻ്റെ ഒരു മസാല എല്ലാം ഉള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലായിടത്തും ചെസ്റ്റ് പീസ് മാത്രം പറയാമേ. അതിന് കഴിച്ചു നോക്കണം, ഞാൻ തരാം. സാധാരണ മിക്ക ഷവായിലും ഇവിടെ ഒരാൾ വായില് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈ പീസിന് സാധാരണ എരിയില്ല. അത്യാവശ്യം നല്ല ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി കേട്ടോ, ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കാം. അടിപൊളി കേട്ടോ, ചുമ്മാ അല്ല ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ കഴിച്ചപ്പോൾ ഇത്രയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വർഷങ്ങളായില്ലേ, മാറിക്കാണല്ല. സീരിയസ്ലി പൊളി. നീ കൂടി കഴിച്ചിട്ട് നിന്റെ റിവ്യൂ കൂടി പറഞ്ഞിട്ട് നമുക്ക്. വലിയ ചൂടില്ല, വലിയ എണ്ണയില്ല, വലിയ എരിയില്ല, ഒട്ടും കഴിഞ്ഞിട്ടില്ല. ചിലടത്ത് ഭയങ്കര ബേണാവും, ഇതൊട്ടും ബേണായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എന്നാ അകത്തൊക്കെ വേവുകയും ചെയ്തു. അമ്മ തരാം. അവ നമ്മളെക്കാട്ടി മുമ്പേ റിവ്യൂ പറയുന്ന അവരതോ. എങ്ങനെയുണ്ട്? സോ ഗൈസ്, നമുക്കിനി ലെഗ് ടേസ്റ്റ് ചെയ്യാം. അതിനിപ്പോൾ കുറച്ച് സോസ് ഒന്ന് മേളിലോട്ടൊന്ന് വീട്ടി കഴിക്കട്ടെ. ഒന്നും പറയല്ല ഗൈസ്, ഇഷ്ടപ്പെട്ടു. ചപ്പാത്തി അതിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവി അത്യാവശ്യം നല്ല തിക്കുണ്ട്. അടിപൊളി ഗ്രേവി. സെറ്റ് ഇഷ്ടപ്പെടില്ലേ? സൂപ്പർ കേട്ടോ ഗൈസ്. നമുക്ക് വിശപ്പുള്ളതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് നമ്മൾ ഷവായി മിക്കപ്പോഴും കഴിക്കുന്ന ഫുഡ്. അതെ, ഞാൻ പറഞ്ഞ ചെസ്റ്റ് പീസിന് ഒട്ടും മസാല പിടിക്കാറില്ല. പലയിടത്തും അകത്ത് ഭയങ്കര റോ ആയിരിക്കും, ഒട്ടും മസാല പിടിക്കില്ല. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തോണം. ഭയങ്കര സോഫ്റ്റും അകത്ത് വരാൻ മസാലയും പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. സോ എല്ലാവരും പറഞ്ഞ ചുമ്മാ അല്ല, കൊള്ളാം. സംതിങ് സ്പെഷ്യൽ സംസം.
അതെ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി പ്രൈസും കൂടി നോക്കിയിട്ട് ലാസ്റ്റ് റേറ്റിംഗ് ഇടാം. വെജിറ്റബിൾസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സാലഡ്. ഇവിടെ പോലും കരിഞ്ഞില്ലെന്നുള്ള ആ സാധാരണ ഈ പീസ് ഭയങ്കരമായിട്ട് കരിയും പലയിടത്തും. കരിയും. ഇത് കരിഞ്ഞിട്ടില്ല, എന്നാൽ നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല വേവുകയും ചെയ്തു. അങ്ങനെ ബ്ലഡിന്റെ അത് എനിക്ക് തോന്നി വലിയ ചിക്കൻ അല്ല അവർ സെലക്ട് ചെയ്യുന്നത്, കുഞ്ഞു ചിക്കനാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ടേസ്റ്റ്. ഈ തടിയൻ ചിക്കൻ ആകുമ്പോഴാണ് ഒരു ഫ്ലേവർ പോകുന്നത്. കുഞ്ഞു ചിക്കനാട്ടോ, അതാണ് ടേസ്റ്റ്. അടിപൊളി. അപ്പൊ നമുക്ക് ഔട്ട് ഓഫ് റേറ്റിംഗ് ഇടാം. ബില്ല് നോക്കിയില്ലേ? ഇവിടെ ഇഷ്ടം പോലെ സംസം വരെ അതുപോലെ ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ നിൽക്കുന്ന നല്ല ചായയുടെ മണമൊക്കെ വരുന്നു. ചെറിയ ചെറിയ ഷോപ്പുകള് നൈസ്. അവിടെ നമ്മളെ ഷവായൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചായയുടെ മണം സത്യം. പക്ഷെ വേണ്ട, ചായ ചെല്ലത്തില്ല. ഗൈസ്, അപ്പൊ നമ്മള് കഴിച്ചിറങ്ങിയിരിക്കുന്നു. നമുക്ക് ആയിരിക്കുന്നത് 357 രൂപയാണ് ഹാഫ് ഷവായിക്ക്. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രതീക്ഷനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെസ്റ്റ് പീസ് കഴിച്ചിട്ട് ഇത്രയും സാറ്റിസ്ഫൈ ആവും. സാധാരണ ഞാൻ വാങ്ങാറേ ഇല്ല. കഴിച്ചു കഴിഞ്ഞിട്ടേ ആ ഒരു എരിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോ ജിമിനി പറഞ്ഞതില് ചെറിയൊരു കറക്ഷൻസ് ഉണ്ട്. അതായത് അൽത്താസിൽ ഷവർമ മാത്രമേ ഉള്ളൂ, അവിടെ ഷവായി ഇല്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഹോട്ടലിന്റെ പേര് പറഞ്ഞായിരുന്നു, അത് പൂട്ടിപ്പോയി ഗൈസ്. സൗദി ഗ്രിൽ എന്നും പറഞ്ഞൊരു ഹോട്ടൽ തന്നിട്ടുണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി ഗൈസ്. അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു അൽത്താസയും ഇല്ല. അപ്പൊ 5 എണ്ണത്തിൽ 2 എണ്ണം ജിമിനി പറഞ്ഞത് റോങ് ആയിരുന്നു. നമ്മൾ 2 എണ്ണം എടുക്കും. യൂഷ്വലി കഴക്കൂട്ടത്തുനിന്ന് കഴിക്കുന്ന 2 കട അതെ ഇൻക്ലൂഡ് ചെയ്യുക. ബാക്കി എല്ലായിടത്തും നമുക്ക് പോവാം കേട്ടോ. സോ ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പോഴുള്ള സംസം കയറുന്നോ? അതും കയറണ്ടേ? അത് സജസ്റ്റ് ചെയ്താണല്ലോ. അപ്പൊ അത് 5ാം സ്ഥാനത്തായിരുന്നു. സെയിം സംസം ആകുമ്പോൾ സെയിം ടേസ്റ്റ് അല്ലേ? പക്ഷെ എന്നാ പോലും എല്ലാരും ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ ഇടുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഗൈസ്, നമ്മള് 5 ഷോപ്പിൽ നിന്ന് കഴിക്കുമല്ലോ. അപ്പൊ ഓരോ വ്യത്യാസമുണ്ട്. നമ്മൾ സ്റ്റാർ മാറ്റിയിട്ട് ഇനിയിപ്പൊ റാങ്ക് കൊടുക്കാൻ പോവാ. ടോപ്പ് 5 റാങ്ക് ഇപ്പൊ കഴിച്ചത് വെച്ച് റാങ്ക് കൊടുക്കും. ഇനി വേറെന്തെങ്കിലും വന്നാൽ അത് ടോപ്പ് വരും, ഇത് താഴെ വരും. അങ്ങനെ. അപ്പം ഇതിപ്പോ 1ാം സ്ഥാനത്ത് ഇപ്പം വേറൊന്നും കഴിച്ചിട്ടില്ല, സംസം തന്നെയാണ് 1ാം സ്ഥാനത്ത്. ഇനി നമ്മൾ അതിലും ബെസ്റ്റ് വേറൊരു ഷോപ്പിൽ കഴിച്ചാൽ അത് 1ാം സ്ഥാനത്ത്. അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ സ്റ്റാർ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5ൽ 5 തന്നെ കൊടുക്കും അല്ലേ? അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോവാം. അമ്പോട്ട് ഉറക്കം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ടൈം ഭയങ്കര കുറവായിരുന്നു. അപ്പം എല്ലായിടത്തും കൂടി ഓടി എത്താൻ പാടാ. അത് നല്ല ദൂരമുണ്ട്. ഒരെണ്ണം നമ്മളെ സിറ്റിയിൽ, ഒരെണ്ണം കഴിഞ്ഞ് കഴക്കൂട്ടം. അപ്പം ഈ കുറച്ച് 12 കിലോമീറ്റർ ഉള്ളെങ്കിൽ അവിടെ നിന്ന് ഓടി എത്താൻ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് 1 മണിക്കൂർ എടുക്കുക. അതുകൊണ്ട് നമ്മള് എല്ലായിടത്തു നിന്ന് ആ ഒരു ഓർഡറിന് നമുക്ക് വാങ്ങിച്ച് വന്നു കഴിഞ്ഞ് കടയെല്ലാം അടച്ച് നമ്മുടെ പദ്ധതികളൊന്നും കിട്ടൂല. അപ്പം എന്തു തിരക്കാ. അല്ലെങ്കിൽ തന്നെ പുതിയ ഇതിനിടയ്ക്ക് നമ്മളെ കഴക്കൂട്ട് ലുലുമാളിന്റെ ഇടയ്ക്ക് ഒരു സിഗ്നൽ വന്നു കേട്ടോ. ആ സിഗ്നലിന്റെ ആവശ്യമില്ലായിരുന്നു. ആ സിഗ്നൽ ഇല്ലാണ്ട് തിരക്കില്ലാതെ പൊക്കോട്ടിരുന്നേ. ഇപ്പൊ ഭയങ്കര ട്രാഫിക് ആ സിഗ്നൽ വന്നതോടുകൂടി. അപ്പൊ എനിവേ അതുകൊണ്ട് നമ്മള് തിരക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ നേരെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു. ഇങ്ങനെ ഇരുന്ന് ആവശ്യത്തിന് കഴിക്കാം. സെറ്റാ. അപ്പൊ എനിവേ നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഷവായെ കുറിച്ച് 2 വാക്ക് പറയാം. 2 വാക്ക് ഷവായെ പറ്റി പറയാം. അതായത് ഷവായി എവിടുന്നാണ് സയൻസ് വരും കേട്ടോ. സുവോളജി കൂടെ ഷവായി കുത്തിക്കയറ്റും. അതെ. നമ്മളെ ആധുനിക കാലത്ത് മനുഷ്യര് കനലിലിട്ട് ഫുൾ ചിക്കൻ പൊരിച്ച് തിന്നുമായിരുന്നു. നമ്മളെ ആധുനിക കാലത്ത് അത് പിന്നീട് ന്യൂ ടെക്നോളജിയിൽ വന്നപ്പോഴാണ് ഈ ഒരു സിസ്റ്റം വന്നത്. ഓക്കെ, അത് ഗുഹ കാലഘട്ടം. ഞാൻ ഹിസ്റ്ററി ആദ്യമായിട്ട് ബജാജ് ഷവായി എന്ന് പറഞ്ഞിട്ട് സൗദി UAE അങ്ങനെയുള്ള ഞാൻ പഠിച്ചു വെച്ചത് മറന്നു ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആദ്യമായിട്ട് ഷവായ ഉണ്ടായത്. അപ്പം ഈ പ്രവാസികൾ മലയാളികളുണ്ടല്ലോ, അവരവിടെ പോയി ഷവായ കഴിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിൽ വന്നപ്പം അവർക്ക് ആ ടേസ്റ്റ് ഇവിടെയും കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവരത് ഉണ്ടാക്കി. പിന്നീട് അത് റെസ്റ്റോറൻറ്റിലായി. പിന്നെ ഈ മയനൈസും പുതിന ചട്നിയും കുറച്ച് സാലഡ്സ്, കുബൂസാണ് മെയിൻ, വെള്ള കുബൂസ്, അതിൻ്റെ കൂടെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ കഴിച്ചപ്പോൾ ഈ ഒരു ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഇത് മന്തിയൊക്കെ വൈറലായത് ഇതുകൊണ്ടൊന്നുമല്ല, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതെ, മെയിൻലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് നമ്മളിപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഷവായും മന്തിയൊക്കെ ഇത്ര ഫേമസ്. അതായത് ഇതെന്ന് വെച്ചാൽ ഒരാൾ പോയി കഴിക്കുന്നതല്ല, ഇത് ഒരു കൂട്ടം ഫ്രണ്ട്സും ഒരു ഫാമിലിയും, അതിനൊരു വൈബ് ഉണ്ട് ഈ ഫുഡിന്. വേറൊരു ഫുഡ് കണക്കൊന്നുമല്ല. ഇതിങ്ങനെ ഷെയർ ഒക്കെ ചെയ്ത്
ചെസ് പീസിനൊക്കെ അടി കൂടി അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതുമല്ല നമ്മള് ഒരു നല്ലൊരു 4-5 പേര് ചേർന്ന് കഴിച്ചാലും നമ്മൾ പുറത്ത് പോയി ഇപ്പൊ ഫ്രൈഡ് റൈസിന് ചില്ലി ചിക്കൻ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തിക്ക് വാങ്ങിച്ച പൊറോട്ടയ്ക്ക് കറി വേണം. അപ്പൊ ഇതെല്ലാം കൂടി കഴിച്ചാൽ ചിലപ്പോൾ 800 രൂപ 700 രൂപ ആവും. ഒരു ചിക്കൻ കറിക്ക് 400 രൂപയൊക്കെ ഇപ്പൊ അപ്പം അങ്ങനെ നോക്കുമ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വയറ് നിറയെ പലയിടത്തും അൺലിമിറ്റഡ് റൈസാ. സത്യം. വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയത്. സോ അത് മാത്രമല്ല മറ്റുള്ള അൽഫാം പോലൊന്നും അല്ല, ഇത് കനലിട്ട് ഓയില്. ഇതിനകത്ത് ഓയിൽ ഒട്ടും ഇല്ലല്ലോ. ഷവായിക്കകത്ത് മറ്റേ മെഷീനിൽ കിടന്ന് കറങ്ങില്ല. എന്നാലും പിന്നെ മസാലക്കകത്ത് ഓയിൽ ആഡ് ചെയ്യുന്നവരുണ്ട് ചെറുതായിട്ട്, എന്നാലും മറ്റേന്റെ അത്രയില്ല. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ മൃദുല എന്തായാലും പ്രൈസ് ഒന്ന് ഗസ് ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നില്ല എവിടുന്ന വാങ്ങിച്ചേന്ന്. നീ എന്തായാലും ചിലതൊക്കെ പാക്കറ്റിലുണ്ട്, സോ ട്രൈ ചെയ്യാം. എനിക്കറിയാം, പക്ഷെ ഇത് എവിടുന്നാന്ന് അറിയത്തില്ല. വാങ്ങിയത് എവിടുന്നൊക്കെയെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പൊതി എല്ലാവരും നമ്മൾ ക്വാർട്ടറേ പറഞ്ഞിട്ടുള്ളൂ, കാരണം ഫുഡ് വേസ്റ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് കുബൂസ് വേണ്ടായിരുന്നല്ലോ, അതവിടെ ഇടുന്നേ, അതിന്റെ കൂടെ തരുന്നില്ലേ മൈനസ്. സോ പ്ലേറ്റ് എടുക്കൂ. ഇത് മറ്റേ ഇതും കുബൂസാണ്, പലയിടത്തും പല ടൈപ്പ് കുബൂസാ. ഇത് റൊമാൽ റൊട്ടി അല്ല, ഇതും കുബൂസ് തന്നെയാണ്. സൈഡില് എന്തൊക്കെയാണ് കറുത്ത പ്ലേറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് കറുപ്പായോണ്ട് ഞാൻ വെള്ളം എടുത്ത് കളർഫുൾ ആയിക്കോട്ടെ വെച്ച്. കൂടെ ഇതുമില്ല, സവാള മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും അതൊക്കെ വേണം കേട്ടോ. നമ്മൾ ആൾറെഡി നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നു, സോ ഫൈബർ വേണം. മാത്രമല്ല സവാള ഇടുന്നത്. ചെസ്റ്റ് പീസ് ആയിരിക്കോ ബ്രസ്റ്റ് പീസ് ആയിരിക്കോ? ചെസ്റ്റ് പീസ് ആയിരിക്കോ ബ്രസ്റ്റ് പീസ് ആയിരിക്കോ? ബ്രസ്റ്റ് പീസ് ആയിരിക്കോ ലെഗ് പീസ് ആയിരിക്കോ? ബ്രസ്റ്റ്, ബട്ട് ലെഗ് പീസ്. നല്ല ബ്രൗൺ കളറല്ലേ? കൂടെ ഇതുണ്ട്. ഇതാണ് ഒരു ഫുൾ പ്ലേറ്റ്. ചിക്കൻ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇത് പിന്നെ കരിഞ്ഞിട്ടില്ല, എന്നാലും മേളില് ഇവിടെ ഒക്കെ കുറച്ചായിട്ട് ബേൺ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, സ്കിൻ കഴിച്ചാൽ ടേസ്റ്റ് ഉള്ളൂ. സോ ഞാൻ എന്തായാലും സ്കിൻ കുറച്ചൊന്ന് ബേൺ ആയത് മാറ്റുമോ? ബേൺ ആയത് നമ്മൾ കഴിച്ചുകൂടാ. ബേൺ ആയത് കഴിച്ചുകൂടാ. അതുപോലെ തന്നെ വേവാത്ത ചിക്കനും കഴിച്ചുകൂടാ. ഉരിഞ്ഞെടുക്കല്ലേ സ്കിൻ പോലെ. അത്ര മതി മതി, ബേൺ ആയത് കുറച്ച് മതി, അല്ലെങ്കിൽ സ്കിന്നിന് ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഒരു റോസ് ചിക്കൻ അല്ലേ? ഇവര് നന്നായിട്ട് അതിനകത്ത് ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര ഓയിൽ. നമ്മൾ നേരത്തെ ഒട്ടും ഓയിലായിരുന്നു. അതെ, കൊള്ളാം. പക്ഷെ കൊള്ളാം മീറ്റൊക്കെ, പക്ഷെ ഭയങ്കര ഓയിലുണ്ട്. മീറ്റൊക്കെ ഭയങ്കര വെൽ കുക്ക്ഡ് ആണ്, നല്ല സോഫ്റ്റ് കേട്ടോ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓയില്. ഇവർ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്യും. ചിലടത്ത് ഓയിൽ നമ്മൾ നേരത്തെ കഴിച്ചെടുത്ത് ഓയിലേ ഇല്ലായിരുന്നു, കുറച്ചൊന്നും ഓയിലാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ടൈപ്പ് പീസ് ലെഗ് പീസ് ഈ ഗുബൂസിനകത്ത് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് കുറച്ച് ഒരു സവാള അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് അടച്ച് എനിക്കായിരുന്നു. എപ്പടി ഇருக்கு? കൊള്ളാം. എന്നാലും ടോപ്പിൽ ഇപ്പോഴും സംസം തന്നെയാണ് അല്ലേ? സോ ഇതിന്റെ പ്രൈസ് എത്ര രൂപ ആയിരിക്കും? ക്വാർട്ടറാണ് മറ്റേത്. ഓക്കെ, ഒരു പ്രൈസ് ഉണ്ടോ? പിന്നെ ഫ്രീക്ക് എന്നതാ അത് പ്രൈസ് ഉണ്ടോന്ന് എനിക്ക് പറഞ്ഞ കറക്റ്റ് ഉണ്ടോ? കറക്റ്റ് പറയണം. പക്ഷെ ഓക്കെ, ഇപ്പൊ ഒരു 130. ഇത് മറ്റേ അടുത്തെന്നാ വെച്ചാൽ പേര്, റെസ്റ്റോറൻറ്റിന്റെ പേര് ഷബായിക് റെസ്റ്റോറൻറ്റ്. 160 രൂപയാണ് കേട്ടോ. 130 കറക്റ്റ് ആയില്ല മോളെ നിന്റെ ഗസ്. 160 രൂപയ്ക്ക് ഇല്ല ഗൈസ്. ചിലയിടത്തൊക്കെ പ്രൈസ് ഭയങ്കര കുറവാ. ഇതിലും അത്ര വലിയ റെസ്റ്റോറൻറ്റ്, ഇത് വലിയ റെസ്റ്റോറൻറ്റ് മീഡിയം റെസ്റ്റോറൻറ്റ്, ഇതിലും അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതിലും പ്രൈസിന് കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ 160 രൂപയ്ക്കില്ല. ഭയങ്കര ബേൺ ആയിട്ടുണ്ട്, ഭയങ്കര ഓയിലി. അത് ചിക്കൻ്റെ ഓയിലല്ല, ചിക്കൻ്റെ ഫാറ്റ് അല്ല, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഔട്ട് ഓഫ് 5 ഇത് എത്ര കൊടുക്കും? റാങ്ക് എന്നാലും മാർക്ക് നമ്മുടെ മാർക്ക് എടുത്തില്ലെന്ന് പറഞ്ഞായിരുന്നില്ലേ? മാർക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഇത് 5ാം സ്ഥാനത്തേക്ക് വെക്കാം. ഇനി ഇതിലും എന്തെങ്കിലും വന്നാ അല്ല, ഇപ്പൊ 2ാം സ്ഥാനത്ത്, ഇപ്പൊ 2ാമത്തേല് കഴിക്കുന്നു, അപ്പൊ 2ാം സ്ഥാനത്ത് തന്നെ വെക്കാം. ഇനി വരുന്നത് അനുസരിച്ച് നമുക്ക് റാങ്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇപ്പോഴും സംസമാണ്, സെക്കൻഡ് ഷബായിക് റെസ്റ്റോറന്റ്. ഇത് നമ്മുടെ ജിമിന് പറഞ്ഞ റെസ്റ്റോറന്റ് കേട്ടോ. പക്ഷെ കൊള്ളാം, ഓയിൽ ഇച്ചിരി ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ 160 ഇച്ചിരി കൂടി, ഒരു 130 ആയിരുന്നു. ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ് റെസ്റ്റോറന്റ് കൈ കഴിവുന്നില്ല, അടുത്ത റെസ്റ്റോറന്റ്. അയ്യോ, പൊട്ടുന്ന സാധനം അത്.
എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. മയണൈസിന്റെ പെട്ടി. ചുരുട്ടി ഒരു സാധനം, അതെന്താ വെജിറ്റബിൾസ് ആയിരിക്കും. മയണൈസ്, കച്ചപ്പ്. അവിടെ കച്ചപ്പ് വന്നില്ല, കച്ചപ്പ് തിന്നു. കച്ചപ്പല്ല, കെച്ചപ്പ്. കെച്ചപ്പ്. ഓ ശരി, ഇംഗ്ലീഷ് മാഡം. ഗുബൂസ് പ്ലേറ്റ് എടുക്കൂ. യാ, ഇത് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ആണോ? യാ, ഷവായി കടയിലൊക്കെ തിരക്ക്. ഇത് കണ്ടാ എനിക്കറിയാം, ഇത് ഗ്രിൽ ചെയ്ത കറക്റ്റ്. അത് കാരണം അവിടെ ഉള്ള മാങ്ങ കൊടുക്കുന്നത്. മാങ്ങ തരുന്നത്. സോ അവിടെ നമുക്ക് ബ്രസ്റ്റ് പീസ് ആണ്. കേട്ടോ, ഇതാണ് ടെക്സ്ചർ. ഇതാണ്, ഇങ്ങനെ ഇരിക്കണം, ബേണാവാതെ മസാലയായിട്ട് ഇരിക്കണം. എന്നാലും മസാല ഷവായി അല്ല. ഇവിടെ കുറച്ചൊന്ന് ബേണായി, പക്ഷെ അത് കുഴപ്പമില്ല. എന്നാലും വേണ്ട, ഇതാണ് കറക്റ്റ് പരുവ് ഷവായുടെ. കൂടെ മയണൈസ് ഉണ്ട്, കുബൂസ. ഇത് ഇതെടുക്കട്ടെ, കവറിങ് തരും. ഈ മാങ്ങ ഒരു ഡെഡ്ലി കോമ്പോ കേട്ടോ, സ്പൈസി. മാങ്ങ വെള്ളരിക്ക ഉണ്ടോ? വെള്ളരിക്ക ഉണ്ടോ? വെള്ളരിക്ക ഉണ്ടോ? ഓ നല്ല അരി കേട്ടോ, കൊള്ളാം. ഞാൻ ഇത് പൊട്ടിക്കുന്നത് കാണിക്കാനാണ്. ചിലടത്ത് കുബൂസ് തരും, ചിലടത്ത് റുമാലിയൻ റൊട്ടി തരും. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞു കേട്ടോ, സംസാരിച്ചു കേട്ടോ. ഭയങ്കര ശബ്ദം കുറവാണ്. അമ്പ് ഉണരുമെന്ന് പറഞ്ഞില്ല. ഉണരുമെന്ന് പേടിച്ചിട്ടാ. ഓക്കെ ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റിലെ. ഓക്കെ, ടേസ്റ്റ് ചെയ്യൂ. ശരിയല്ലേ, ആൾക്കാരെ സംസം സംസം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു ഇനി ഇത് നമ്മളും സംസമീന്ന് കറക്റ്റ് ചെസ് പീസ് ആയിരിക്കും, അപ്പം കറക്റ്റ് അറിയാൻ പറ്റും. മസാല നോർമൽ ഷവായ. മസാല ഷവായ അല്ല. മസാല ആണെങ്കിൽ മറ്റേ ഗ്രേവി മേൽ കാണുമല്ലോ, പക്ഷെ ഇതൊരു മസാല ഇച്ചിരി ഒന്ന് കൂടുതലാ. അതുകൊണ്ട് ഞാനും ഇവിടുന്ന് പിച്ചി. മസാല ഇച്ചിരി കൊടുപ്പ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നോർമൽ ഷവായി അല്ലേ? അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ മസാല ഷവായുടെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര മസാല അകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അകത്ത് മസാല പിടിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് താണ്ട് ഇനി ചിക്കൻ്റെ എണ്ണയാണോ എന്താ പറഞ്ഞൂടെ, ഇച്ചിരി എണ്ണയുണ്ട്. അല്ല, അത് നോർമലാടാ, നോർമലാണ്. അത് ചിക്കൻ്റെ ഫാറ്റ് തന്നെ. പക്ഷെ കുറച്ച് മസാല എന്ന് പറഞ്ഞാൽ എരിയുണ്ടോ? എനിക്കൊരു ഫീൽ ചെയ്യുന്നില്ല. എരിയൊന്നുമില്ല. അയ്യോ, ഇതൊക്കെ എന്റെ പൊന്നോ ഗായ്സ്, ഞാൻ പേടിച്ചു പോയി. ഇതിനകത്തെ ഒരു വലിയൊരു സാധനം. അയ്യോ, അതാണ് ഈ സ്മോക്കി ഫ്ലേവർ വരുന്നത് പല ചിക്കനിലും. അത് കൊള്ളായിരുന്നു പരിപാടി. നമ്മൾ കയറ്റി വെച്ചിരുന്നല്ലേ? ചിക്കൻ കൊണ്ടെടുത്ത് കഴിച്ചിട്ട് മുളകെടുത്ത് പൊന്നെ ഭയങ്കര എരി. അത് വെച്ച ചുറ്റുമുള്ള ചിക്കൻ നല്ല എരിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാ ഇവിടെ അല്ലേ ഇരുന്ന്. ഞാൻ ട്രൈ ചെയ്യട്ടെ. ഏട്ടാ, ഞാൻ പറയുന്നില്ല. അതിച്ചിരി വെള്ളം കൊടുത്തോ ഇരിക്കുന്നു. എന്റെ പൊന്നെ എരി. സാധാരണ ഈ പച്ചമുളകിന് അത്ര എരി ഉണ്ടാവില്ല ചിലതിന്. പക്ഷെ ഞാൻ നോക്കി നീ എന്തിനാ എടുത്ത് കടിച്ചേന്ന്. അല്ല, ഇത് ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കുമ്പോ അറിയാം ഒരു പച്ചമുളക് അവർ എന്തിനാ വെച്ചേന്ന്. ബ്രസ്റ്റ് പീസ് അല്ലേ, അപ്പൊ അകത്ത് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണ്ടേ? അപ്പൊ അകത്ത് ഒരു പച്ചമുളകിന്റെ ആ ഒരു ഇതില്ലേ, ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. കൊള്ളാം. പക്ഷെ മസാല ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പിന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നു അവർ ഷവായുടെ കൂടെ കൊടുക്കുന്ന മറ്റേ വൈറ്റ് റൈസ് അല്ലേ, ഈ മസാല അതിനൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിരിക്കും മേ ബി. അവിടെ മറ്റേ ഷവായും വിത്ത് റൈസ് ഉണ്ട്. ഇപ്പൊ പലയിടത്തും ഉണ്ട്. മന്തി ഇല്ലാത്ത കടകളിൽ ഷവായി റൈസ് ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും ഒരു അജിനോമോട്ടോ അങ്ങനത്തെ കളറൊന്നും അടയത്, ജെറും വൈറ്റ് റൈസ്. നമുക്ക് മാങ്ങയും ചിക്കനും കൂടി. ടോപ്പ് 2. ഇതിനെ നമുക്ക് ടോപ്പ് 2 മാറ്റാം. പക്ഷെ ഞാൻ 5 സ്റ്റാർ കൊടുക്കും. അല്ല, 5 സ്റ്റാർ തന്നെ കൊടുക്കാം. ഇച്ചിരി മസാല കുറച്ചിരുന്നെങ്കിൽ. ഞാൻ പ്രൈസും കൂടി പറഞ്ഞിട്ട് നമുക്കത് തീരുമാനിക്കാം. പ്രൈസ് പറഞ്ഞില്ലല്ലോ, പറഞ്ഞ പോലെ പ്രൈസോട് പറഞ്ഞിട്ടല്ലായിരുന്നു കൊടുക്കണ്ടേ? 140 കണ്ടായിരുന്നോ? ഇല്ല. 140. അയ്യോ, പോയി. പക്ഷെ 140 രൂപയ്ക്ക് പൊളി പറഞ്ഞു. 140 രൂപയ്ക്ക് പൊളി. ഈ മസാല കുറച്ചിട്ട് ഞാൻ ടോപ്പ് 1 കൊടുത്തേനെ കേട്ടോ. സത്യം. മസാല മേളിൽ ഭയങ്കര മസാല. അത് ഇവിടെ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇതിനകത്ത് എല്ലാ പ്ലേറ്റ് മൊത്തം ഉണ്ട്. അവിടെ ഭയങ്കര തിരക്ക് കൂടിയായിരുന്നു കേട്ടോ. ചടപട എടുക്കുമായിരുന്നു. ഭയങ്കര തിരക്ക്. നമ്മൾ പോയത് ഏറ്റവും കൂടുതൽ തിരക്ക് ഗ്രിൽ ബേയിലായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ ദൂരെയായിട്ട് മെയിൻ എനിക്ക് അവിടുത്തെ
റൈസ് ഇതിന്റെ കൂടെ നിങ്ങൾ കിട്ടുന്ന പോകുമ്പോൾ റൈസ് ട്രൈ നോക്കുക. റൈസ് കിടിലൻ റൈസാണ്. എനിക്ക് ഇപ്പോഴാണ് തുടങ്ങിയ കടയാണ്, പക്ഷെ ഭയങ്കര ക്ലിക്കായിട്ടോ. ക്ലിക്കായി. ഭയങ്കര നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലം. അതെ. സോ എന്നാലും ഷവായിൽ ബെസ്റ്റ് സംസം തന്നെയാണ് യെസ്. കഴിച്ചതിൽ. റൈസ് ജിപേ ആണോ? ഓ ഇപ്പൊ എല്ലാം ജിപേ അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എത്രയാന്ന്. എത്രയാണെന്നൊന്നും പറഞ്ഞില്ല. 500 rupees I will send. ചുമ്മാ കറക്കി കുത്തി കേട്ടോ. 150 രൂപയ്ക്ക് വർത്താണ്. വർത്താണ് എരിയുന്നു കേട്ടോ. എനിക്കറിയാം, ഞാൻ പച്ചമുളക് നിന്നില്ലേ? സോ 500 rupees ക്യാഷ് പ്രൈസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് എന്നെ അയച്ചത്. നിനക്ക് തന്നെ അയച്ചത്. അപ്പൊ അടുത്തെടുക്കട്ടെ. ഓക്കെ. അപ്പം ടോപ്പ് 1 സംസം, ടോപ്പ് 2 ഗ്രിൽ ബേ, ടോപ്പ് 3 ഷബായ്. നെക്സ്റ്റ് ഷവായ. ഷബായ എന്തോ ഈ വായ? അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഞാൻ പറയുന്നതാണ് എവള് പറയുന്നതാണ് കറക്റ്റ് എന്ന്. ഷവായ്. എനിക്ക് ഷവായി എന്ന് പറയുന്നില്ല, ഷവായ എന്ന് പറയുന്നു. മൈനസ് ഇത് യൂണിവേഴ്സൽ പാക്കറ്റാ, എല്ലായിടത്തും തോന്നുന്നു. നമ്മൾ തൊടൂലത്, നിങ്ങളും തൊടരുത്. വല്ലപ്പോഴൊക്കെ കഴിക്കാം. 2 കച്ചപ്പ്. പക്ഷേ ഇത് ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ട് തോന്നുന്നു, ഒരുപാട് കവറൊക്കെ ആയിട്ട് തോന്നുന്നു. ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാം. ആദ്യം ചിക്കൻ ആണോ? വെജിറ്റബിൾസ്. ഇത് ബീട്രൂട്ട് ചട്നി. ഇത് കാണുമ്പോൾ എനിക്കറിയാം എവിടുന്നാണ്. സത്യം, ചില ഹോട്ടലുകളിൽ സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ട്. ഇത് മലബാർ ക്യൂസിൻ. കാരണം അവിടുത്തെ ബിരിയാണിക്ക് ഇതാണ് ഈ കറി. പക്ഷെ നമ്മളവിടെ നല്ല കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. അത് ഓരോ പർട്ടിക്കുലർ ഫുഡ്, ഇപ്പം മന്തി കിട്ടുന്ന അടിപൊളി സ്പോട്ട്, ഷവായി കിട്ടുന്ന, ബിരിയാണി കിട്ടുന്ന, അങ്ങനത്തെയൊക്കെ അടിപൊളി ഷോപ്സ് കഴക്കൂട്ടം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഒരു 3 മണി 4 മണി ടൈം ആണെങ്കിലും ദൈവം സാഹചര്യം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ എത്തിച്ച്. വാ, ഇതെന്ത് സൂപ്പ് സാധനം. ഇത് ക്രിസ്പി സാധനോടാ. ഇത് കഴിച്ചു നോക്കി. ഞാൻ കഴിച്ചു. കറുമുറ് ഇതെന്തോ, ഇത് കുക്കുംബറാണോ? ബീട്രൂട്ട് ഇത്രയും ടേസ്റ്റ് ആക്കാൻ പറ്റുമോ? അവിടെ ഇട്ട് വെച്ചേക്കുമായിരിക്കും കേട്ടോ. അടിപൊളി കേട്ടോ. ഈ കുട്ടി ചിക്കനാണ് എപ്പോഴും ടേസ്റ്റ്. സോ ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ കണക്ക് ഇത് നല്ല മസാലയുണ്ട്. കുറച്ച് ഓവറായിട്ട് മസാല നിൽക്കുന്നുണ്ട്. സോ പീസ് അങ്ങനെ അധികം ബേണായിട്ടൊന്നുമില്ല. ഇതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്ലേറ്റ്. ഇതാണ് നമ്മളെ ഇവിടുത്തെ പ്ലേറ്റ് കേട്ടോ. കച്ചപ്പ് ട്രൈറ്റ്. ഓക്കെ, ടേസ്റ്റ് ചെയ്യൂ. നമ്മൾ ഉരിഞ്ഞിങ്ങ് മാറ്റുകയാണ്. കരിഞ്ഞിട്ടില്ല, പക്ഷെ മസാല നമുക്ക് അകത്ത് പിടിച്ചോന്നറിയാലോ. പൊളി. വേറൊരു ടേസ്റ്റ്. ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ട് തോന്നുന്നു അല്ലേ? അതുമല്ല, ഇത് നല്ലൊരു ഓപ്ഷനാണ്. മൈനസ് കൂടാതെ ഒരു ബീട്രൂട്ടിൻ്റെ ചട്നി ഉണ്ട്. അതുപോലെ സാലഡ് കൊള്ളാം. ഓവറോൾ നമ്മൾ ചിക്കൻ ടേസ്റ്റ് മാത്രം നോക്കരുത്, സൈഡ് ഡിഷസ് കൂടി നോക്കണം. നമ്മൾ ചിക്കനും ബീട്രൂട്ട് ചട്നിയും. വാ, സെറ്റ് കോമ്പോ, അടിപൊളി. ചിലയിടത്ത് മിൻറ്റ് ഓഫറിങ് ആണ്. മിൻറ്റ് പലരും തരും. പക്ഷേ ഇത് കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? പൊളിയാ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മൾ അവിടുന്ന് ഷവായി കഴിച്ചിട്ടുണ്ട്. എപ്പോഴും കല്യാണ ബിരിയാണി കഴിച്ചിട്ടുള്ളൂ, അതൊന്നും കഴിച്ചിട്ടില്ല. അവിടെ ഭയങ്കര ക്വാണ്ടിറ്റിയിലാ ഷവായി ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 5-6 മെഷീൻ നിരത്തി ഇട്ടിട്ടാ മലബാർ ക്രിസിൽ ഉണ്ടാക്കുന്നത്. ആ ഷവായി ഉണ്ടാക്കുന്ന മെഷീന്റെ പേരെന്താണ്? റോസിറ്റേരി അങ്ങനെ എന്തോ കേട്ടോ. എൻ്റെ മനസ്സ് മാറുന്നു, ചഞ്ചലപ്പെടുന്നു. നോക്കിയിട്ട് പറയാം. കാരണം ഒന്നാമത്തെ കാര്യം ബീട്രൂട്ട് ചട്നിയുടെയും ഈ ചിക്കൻ്റെ ഒരു കോമ്പിനേഷൻ, അതൊരു വെറൈറ്റി കോമ്പിനേഷൻ. എപ്പോഴും നമ്മൾ ഈ ഒന്നീ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ മയണൈസ് അതിൽ നിന്ന് മാറി ഒരു പുതിയ ഫ്ലേവർ അല്ലേ? നീ മസാല ഒന്ന് കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? ഗുളം. സോ പ്രൈസ് 150. ബില്ലില്ല, ഗൂഗിൾ പേയിലാണ്. 150. 157.
തരണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ 10 താഴെ തരത്തരു പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഞാൻ വീഡിയോയിൽ നേരത്തെ ഞാൻ കറക്റ്റ് പറഞ്ഞാലും തരത്തെന്ന് പറഞ്ഞു. 160 പറഞ്ഞാലും തന്നേനെ. പണ്ടൊക്കെ 20 വരെ ആകെ തരുമായിരുന്നു. ഇത് 7 രൂപയല്ലേ ഉള്ളൂ. ഇല്ല ഫുഡ് വാങ്ങിച്ച് തിന്നിട്ട് അടിയും കൂടെ കൊടുവാ. 157 160 പറഞ്ഞ തരായിരുന്നു. അതെങ്ങനാ? വേണോ? വേണ്ട, ചുമ്മാ പറഞ്ഞതാ. വേണ്ട ഗൈസ്. 157 ആണെങ്കിലും എന്നുവെച്ചാൽ ചിക്കൻ ഇച്ചിരി വെയിറ്റ് ഉണ്ട് അല്ലേ? ഇച്ചിരി വലിയ കോഴിയാ. അപ്പൊ നമുക്ക് എങ്ങനെ റാങ്ക് കൊടുക്കുന്ന? 157 അത്യാവശ്യം നല്ല ഡീസന്റ് പ്രൈസ് ആണ്. ടേസ്റ്റും ഉണ്ട്. എനിക്ക് സംസമിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു. സീരിയസ്. അതെ, നിന്റെ ഒപ്പീനിയൻ പറഞ്ഞോ. എനിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം. എന്റെ ഒപ്പീനിയൻ ഗൈസ്, നമ്മുടെ ഒപ്പീനിയൻ, എനിക്ക് സംസമിനെക്കാട്ടി സംഭവം ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം ബീട്രൂട്ടിന്റെ ചട്നി, അതും ചേർത്ത് അടിക്കാൻ വേറെ മൂഡ്. സീരിയസ് ആണ്. ഞാൻ തീർത്ത് കണ്ടോ. കവറിലുണ്ട്, വേണോ? ഇനിയുണ്ടോ? വേറെ രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇതിനെ അങ്ങോട്ട് ടോപ്പ് 1 വെച്ചിട്ട് സംസമിനെ 2 ഇറക്കുന്നു. അതെ, 3 നമ്മുടെ ഗ്രിൽബേ, 4 ഷബായിക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അനദർ സംസം. നമ്മുടെ ജിമിനി ലാസ്റ്റ് പറഞ്ഞ സംസം. 2 സംസം ഉണ്ട്. ഒന്ന് നമ്മുടെ സിറ്റിയിൽ, ഒന്ന് പാളയത്ത്, ഒന്ന് കുളത്തൂരും. അപ്പൊ 2 ഉണ്ട്. സോ ട്രൈ നോക്കാം. അപ്പം നമ്മുടെ റാങ്കിങ് നില ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ മലബാർ പിസ്സ, സെക്കൻഡ് പൊസിഷനിൽ സംസം, ആൻഡ് തേർഡ് പൊസിഷനിൽ നമ്മുടെ ഗ്രിൽബേ, 4ാമത്തെ ഷബായിക്ക്, 5ാമത്തെ ഇനി ഏതാണെന്ന് നോക്കാം. 5 പോകുന്നത്. അതെ, ഇത് സംസമാണ്. സംസമിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ചപ്പാത്തി ഓർ പൊറോട്ട ഓർ ഗുബൂസ്. നമ്മൾ ഇഷ്ടമുള്ളത് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പം അതൊരു നല്ല ഓപ്ഷൻ ആണ്. പലർക്കും പൊറോട്ട ഒരുപാട് പേര് ഗുബൂസ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമേ അല്ല ഈ ഗുബൂസ്. ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് പണ്ട് തിന്നുമായിരുന്നു. ഇപ്പൊ നല്ലതല്ലെന്ന് അറിയുമ്പോ പിന്നെ വേസ്റ്റ് ചെയ്തിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. കുറെ ഉണ്ടല്ലേ, കുറെ ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചപ്പാത്തി ഉള്ളത് കൊണ്ട് തന്നെ ഗ്രേവി ഉണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ഓക്കേ, അത് നമ്മുടെ സംസമിൽ മാത്രമുള്ള. ഞാൻ ചെയ്യാം ഫോയിൽ പേപ്പർ ചെയ്യാം. അടങ്ങിയിരുന്നാ മതി മോൻ. ഈ ഗ്രേവി തുറക്കണ്ടായിരുന്നു. ഇത് സെയിം ഗ്രേവി ആണോ? ഗ്രേവി ഒഴിക്കണ്ടല്ലോ. ഗ്രേവി ഇപ്പൊ ഒഴിക്കണ്ട. നമുക്ക് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. തട്ടിപ്പോയാ അങ്ങോട്ടങ്ങ് പോകും. അമ്പോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നീ. ഇവിടെ ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞേ. സെയിം അവിടുത്തെ അതേ. സെയിം ടേസ്റ്റ്. ഷെഫ് ഉച്ചയ്ക്ക് അവിടെ പോയി ഉണ്ടാക്കിയിട്ട് വൈകിട്ട് വ്യത്യാസം. ഇത് മുളകൊടി മണ്ടയ്ക്കൂടെ ഇട്ടേക്കോ റോയായിട്ട്. ഉപ്പിലൊന്നും ഇട്ടിട്ടില്ല. അവിടുത്തെ ചെറിയ ഉപ്പിലിട്ട ഫ്ലേവർ ഉണ്ടാകും. ബ്രസ്റ്റ് പീസ് ആണോ? ബ്രസ്റ്റ് ലെഗ് ആണോ? കറക്റ്റ്. അവിടുത്തെ കണക്കല്ല. എടാ അവിടുത്തെ അതല്ലടാ, ഇത് കുറച്ചും കൂടി മസാലയുണ്ട്. ആണ്ടെ ഗൈസ്, നമ്മുടെ അവിടുന്ന് പാളയത്ത് നിന്ന് കഴിച്ച സംസമിന്റെ ആ ഒരു സംഭവമല്ല ഗൈസ്. അപ്പോ കെച്ചപ്പ് ഇല്ലെന്നേ ഉള്ളത്, വേണമെന്നില്ല. ഗ്രേവിയും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു പ്ലേറ്റ്. ഗ്രേവി കാണിക്കണോ? ഗ്രേവി ഉണ്ട്. പ്ലസ് ഗ്രേവിയാണ് ഒരു പ്ലേറ്റ്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാം. മസാല ഉണ്ടല്ലേ അവിടെ? ഒട്ടും മസാല നടുക്കുന്നത് തന്നെ എടുക്കാൻ വേണ്ടി പോവാ. ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ എവിടെയും. ബട്ട് ആ പകൽ വ്യത്യാസമുണ്ട് ആ സംസുമായിട്ട്. പിന്നെ രണ്ട് ഷെഫാ. ഇതാണ് നമ്മളവിടെ കഴിച്ചത്. മസാല കൂടി, മഞ്ഞപ്പൊടിയൊക്കെ കൂടി. ചിക്കനിൽ മഞ്ഞ കളർ തോന്. മഞ്ഞ കളറിന് അതല്ല, മസാല കുറച്ച് മുന്നോട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഫ്ലേവറിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ ഇത്രയും ഗ്രേവി അല്ല ഇത്. കണ്ടോ കുഴപ്പമില്ല, മസാല ഉണ്ടെന്നുള്ളൂ. പിന്നെ വേറൊരു ടേസ്റ്റ്. അവിടുത്തെ ടേസ്റ്റേ അല്ല. അവിടുത്തെ ടേസ്റ്റ് ഒരു ബന്ധമില്ല. അപ്പം ഇതിനെക്കാട്ടി നല്ല നമ്മളെ മറ്റേ സംസം കേട്ടോ. ചിലർക്കൊരു തെറ്റിദ്ധാരണയാണ് 2 സംസമും അല്ലേ ഒരേ ടേസ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, 2 സംസമിലും വേറെ ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടാൻ ഉണന്നു.
ചിക്കന്റെ ആള്. നമ്മൾ ഇത്ര നേരം നിങ്ങളൊരു ശബ്ദക്കുറവ് ഒരു ഫീൽ ചെയ്തായിരുന്നു. ഫീൽ ചെയ്തില്ലേ? സത്യം പറഞ്ഞ അമ്പൂട്ടനെ എത്രയായാലും ഉറങ്ങുമ്പോ നമ്മുടെ ഈ ഒരു ഇതിന് നമുക്ക് സംസാരിക്കാൻ തോന്നത്തില്ല. അത് അച്ഛനും അമ്മമാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കുഞ്ഞുങ്ങളുള്ള അടുത്ത് വളരെ സൈലന്റ് ആയിരിക്കും. ഉറക്കം മുഴുക്കാതാണ് ഉണരുന്നെന്നുണ്ടെങ്കിൽ വെച്ചേക്കൂല. ഇപ്പോഴും തുറന്നിട്ടുള്ള കണ്ട്. നല്ല മൂടല്ല. നല്ല മൂഡിൽ കളിപ്പിച്ച കൂടുതൽ കരയത്തേ ഉള്ളൂ. നമ്മളിനി ചപ്പാത്തി ഇതൊന്ന് മാറ്റാമോ? ഇവിടുത്തെ ഗ്രേവി ഉണ്ടായിരുന്നു. അവിടുത്തെ ഗ്രേവി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കില്ല സാൽമ ഗ്രേവി പോലെ, സാൽമ എന്നല്ലേ പറഞ്ഞത്, നമ്മൾ തമിഴ്നാട്ടിലെ പൊറോട്ട കിട്ടുന്ന ഒരു കറി ഉണ്ടല്ലേ, ആ ഒരു കറിയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. സോ ഇവിടുത്തെ കൂടി ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ ഇവിടുത്തെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്തു. കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ, മനസ്സിൽ വെക്കണേ. ഞാനിവിടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഒന്നിച്ച്. അവിടുത്തെ നല്ലത്, അവിടുത്തെ ഗ്രേവിയാണ് നല്ലത്. പിന്നെ അവിടെ അടിപൊളിയായിരുന്നു. ഇത് വേറെ ചിക്കൻ കറിയോ എന്തോ ഒരു ഒന്നല്ലേ, രണ്ടാളുടെ ആണോ? പക്ഷെ ഇതെല്ലാം സിമ്പിളൊക്കെ ഒന്നാണല്ലോ. ഈ ചില ആര്യഭവനും ശരവണഭവനും കൊറേ ഉണ്ടല്ലോ, അതിന് നല്ലതും ഉണ്ട് ഇതും ഉണ്ടല്ലോ. പക്ഷെ ഷവായി മോശം ഷവായി കൊള്ളാം. ഷവായി നമ്മൾ ഈ കൊള്ളത്തിലെന്ന് പറയുന്ന ഒന്നും കൊള്ളത്തിലെന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം കൊള്ളാം. പക്ഷെ കമ്പയർ ചെയ്യുമ്പോ ടേസ്റ്റ് ബെറ്റർ ഏതാണെന്നാണ് പറയുന്നത്. അതെ, എല്ലാം നമ്മൾ തിന്ന് തീർത്തു. അതെ. സോ ഗൈസ്, ഇത് കുറച്ച് മസാല ഓവർ ആയിരുന്നു, അതേ ഉള്ളൂ ഒരു ഫോൾട്ട്. പിന്നെ ഗ്രേവി തരണമെന്നില്ല, പക്ഷെ തന്ന ഗ്രേവി കൊള്ളത്തില്ലായിരുന്നു. അവിടുത്തത് വെച്ച് കൊള്ളൂല. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ചില് റേറ്റ് അത് മെയിൻ ഇമ്പോർട്ടന്റ് എത്രയായിരിക്കും? 160. എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചത് ഏറ്റവും പ്രൈസ് കൂടിയത് ഇവിടാണ്, 194 രൂപ. അയ്യോ, 200 രൂപയ്ക്ക് അടുപ്പിച്ചോ? എന്നാ മറ്റേ അടുത്ത് നമ്മള് ഹാഫ് വാങ്ങിച്ചിട്ട് 300 സംതിങ് ആയുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിച്ചത് പ്രൈസ് വെച്ച് കൂടുതലാണ് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഏറ്റവും താഴത്തോട്ട് പോകും. അല്ലേ? ടേസ്റ്റ് വൈസ് നമ്മളെ മറ്റേ ഇതിൽ നിന്ന് ബെറ്റർ ആയിരുന്നു മറ്റേ പറഞ്ഞാ പോകും. സോറി കേട്ടോ ഗൈസ്, നമ്മൾക്കത് വരാതെയാ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ മാത്രം ഒപ്പീനിയൻ ആണ്. പിന്നെ എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ അവിടെ പോയി ഇത് മാത്രം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതൊരു ചലഞ്ചാണ്, അതുകൊണ്ട് മാത്രം പറയുന്നു. എല്ലാം അടിപൊളിയാണ്, ഒന്നും മോശമൊന്നുമല്ല. റാങ്കിങ് കൊടുത്തപ്പോ റേറ്റും കാര്യങ്ങളും തന്നത് എല്ലാം വെച്ചിട്ട് കൊടുത്തപ്പോ ഇതിലും വെറും കൂറ ഷവായി നമ്മൾ ചില യാത്രകളെ കഴിക്കാറുണ്ട്. അതെ, മേ ബി. പിന്നൊരു കാര്യം, നമ്മൾ ജെമിനി പറഞ്ഞ 5 അടുത്തേ പോയുള്ളൂ. ചിലപ്പോ ഇതിലും പേരറിയാത്ത അടിപൊളി ഷവായി കിട്ടുന്ന വേറെ സ്ഥലങ്ങൾ കാണും. അത് നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് അടുത്ത അവിടെ പോയി ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ വിന്നർ ആയിരിക്കുന്നത് വേറെ ആരുമല്ല, മലബാർ. അതിലാണ് ടോപ്പ് 1 എത്തിയിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് സംസം പാളയം, തേർഡ് പ്രൈസ് ഗ്രിൽ ബേ, ഫോർത്ത് പ്രൈസ് ലാസ്റ്റ് പ്രൈസ് സംസം സഫാർ. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചാലഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്പുക്കുട്ടിക്ക് ഈ ചിക്കൻ തിന്നല്ലോ മക്കളെ, ഇതെല്ലാം എല്ലാം മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഈ ഒരു ചാലഞ്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ഫുഡ് ഏത് താഴെ കമന്റ് ബിലോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള റെഡി കാണുന്നവരേ എനർജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ബൊമ്മണിക്കാം. ചവായ തിന്നണം. ബൈ ഗൈസ്.